ഹായ് അന്ദീപ. ഇപ്പോൾ കഴിഞ്ഞ മീൽ പ്രിപ്പ് വീഡിയോയിൽ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം, അതുപോലെ മൈക്രോവേവിൽ ചിക്കൻ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഇത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരാൾ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയത്. നമ്മളിവിടെ നോർമലി ചിക്കൻ മേടിക്കുമെങ്കിലും ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇവിടെ ഇഷ്ടമില്ല. പിള്ളേരൊന്നും ചിക്കൻ കറി ചില ദിവസം അത് ശരിയായില്ലെങ്കിൽ അവർ കഴിക്കില്ല. അപ്പോൾ ഇവർക്ക് പക്ഷേ ചിക്കൻ വറുത്ത ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് നമ്മൾ ഇത് എന്താണ് എയർ ഫ്രയറിൽ ചെയ്യുമായിരുന്നു. എയർ ഫ്രയർ പക്ഷേ ഇടയ്ക്കൊന്ന് കേടായി, പിന്നെ നമുക്കത് നന്നാക്കാൻ പറ്റിയില്ല. സോ എയർ ഫ്രയറോടെ ഇങ്ങനെ തട്ടുംപുറത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്ന വഴിക്ക് ഒരാളിങ്ങനെ മീൽ പ്രിപ്പ് ചെയ്യുന്നതാണ് കണ്ടത്. അവർ ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ അതുപോലെ നമ്മുടെ നോർമൽ നമ്മൾ കറിക്കട്ട് ചിക്കൻ വാങ്ങിക്കത്തില്ലേ, അത് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അത് പുള്ളി പറഞ്ഞത് നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുക എന്നുള്ളതാണ്. മറ്റേ മൈക്രോവേവിൽ കൺവെൻഷൻ മോഡ് ഉണ്ടല്ലോ, മൈക്രോവേവ് അല്ല കൺവെൻഷൻ മോഡ്, അതായത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മോഡില്ലേ, ആ മോഡിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് വൺ സൈഡും പിന്നെ 10 മിനിറ്റ്സ് അതർ സൈഡുമാണ്. 10 മിനിറ്റ്സ് അത് തിരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നേ. പക്ഷെ ഞാനത് ചെയ്തിട്ട് ഇവിടെ അത്ര സെറ്റായിട്ടില്ല. സോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീ ഹീറ്റ് ചെയ്യും ഓവൻ, എന്നിട്ട് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് വൺ സൈഡ്, പിന്നെ 200 ഡിഗ്രിയിൽ പിന്നെയും ഒരു 25 മിനിറ്റ്സും കൂടെ ഞാൻ വയ്ക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് മൊരിഞ്ഞ് വരത്തൊന്നുമില്ല, എന്നാൽ ഒരു വറുത്ത എഫക്റ്റും ആയിരിക്കും, എണ്ണ കുറവുമായിരിക്കും, എഫേർട്ടും ഉണ്ടാക്കാനുള്ള എഫേർട്ട് കുറവാണ്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 1.5-2 കിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലായാലും ചിക്കൻ വാങ്ങിക്കുക, നന്നായിട്ട് കഴുകുക, എന്നിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതായത് മുളക് പൊടി ഞാനിവിടെ യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ മാരിനേറ്റ് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾ, കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ കുറച്ച് തൈര്, ഇത്രയും. അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ചിക്കനെ ബേസ് ചെയ്തിട്ട് പിന്നെ ഉപ്പും കൂടിയിട്ടിട്ട് അതൊരു പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ ഈ കഴുകി വെച്ച ചിക്കനിൽ പുരട്ടി അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഓരോ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട്, ഞാനിപ്പോൾ 1-2 കിലോ ഒക്കെ വാങ്ങിച്ച ഒറ്റ ദിവസം നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ അത് പല പല കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും, ഫ്രീസറിലോട്ട് വയ്ക്കും. ഫ്രിഡ്ജും ഫ്രീസറും തമ്മിൽ വ്യത്യാസം ഇതിങ്ങനെ ചെയ്യേണ്ട, ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കും, പിന്നെ ഇങ്ങനെ ഫ്രീസറിൽ ഇത് ഇത്രയും നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, ഈ റോ ചിക്കൻ വെക്കാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനിത് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഈ പാത്രങ്ങൾ, ഈ കറുത്ത പാത്രങ്ങളില്ലേ, അത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന. അപ്പം അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇതിപ്പോൾ ഒരാഴ്ച കഷ്ടിച്ച് പോകും, മനസ്സിലായില്ലേ? എല്ലാ ദിവസവും എടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കഷ്ടിച്ച് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1-2 ആഴ്ചത്തേക്കൊക്കെ അത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ അപ്പം പിടിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം. സോ സാധാരണ ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം ഫ്രീസറിൽ സെറ്റാക്കി, ഒരു ദിവസം ഇതെല്ലാം ചെയ്ത് ഫ്രീസറിൽ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഏത് ദിവസമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആ കണ്ടെയ്നർ എടുത്ത് പുറത്ത് വയ്ക്കും. ഒരു 2-3 മണിക്കൂർ അതിനകത്ത് ഇതിൻ്റെ ഐസെല്ലാം പോയിട്ട് ഇരിക്കും. സോ എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു സാധാ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഞാനൊന്നും ചെയ്യാറില്ല, കാരണം ഈ പ്ലേറ്റിനകത്ത് ഇതിൻ്റെ അരപ്പും എല്ലാം കൂടെ വന്ന് കിടക്കും. അപ്പോൾ അതിനിവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇതിനകത്ത് നമ്മൾ ചിക്കനെല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് അരപ്പിങ്ങനെ അടിഞ്ഞ് കിടക്കും. അപ്പോൾ അതിൽ ചോറിട്ട് കഴിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. സോ ഞാൻ ഈ പാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്നെ ഓയിലൊന്ന് തടവിച്ച് നമുക്കിതിലേക്ക് സാധനം വെച്ച് നോക്കാം. ആദ്യം എങ്ങനെയാണിത് പ്രീ ഹീറ്റ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഓവൻ. ഇത് എന്തുവാണ്, IFBD ആണേ. അപ്പം
ഓരോ ചിലപ്പോൾ ഓരോ ഓവനിന് ഡിഫറെൻ്റ് ആയിരിക്കാം കാര്യങ്ങൾ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ കൺവെൻഷൻ മോഡ് വേണ്ടേ, ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ട് നമുക്കിനി നമ്മുടെ ചിക്കൻ സെറ്റാക്കി എടുക്കാം. ഐ മീൻ പാത്രത്തിൽ സെറ്റാക്കാം. അപ്പം നമ്മുടെ പാത്രം സെറ്റാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇത് കുറച്ച് സൺഫ്ലവർ ഓയിലാണേ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് ഞാനിത് ഇപ്പോൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിരുന്നതാണ്, കാരണം ഇതിപ്പോൾ ഇന്നുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ ഇത് കുറച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിരുന്നതാണ്. ഇതിപ്പോൾ ഇന്നുണ്ടാക്കുന്നതുകൊണ്ടാണേ. പിന്നെ പിന്നെ എന്തുവാ, ഫ്രീസറിൽ നിന്ന് എടുത്ത് ഐസ് മാറിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൽ കഷ്ണങ്ങൾ ഇതിൽ നല്ല ദശഭാഗം താഴെ വരുന്ന രീതിയിൽ ആദ്യം ചെയ്യാം. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഇതും അങ്ങ് ഒഴിച്ചേക്കുക. ഇതിൻ്റെ അരപ്പാണ് ശരിക്കും മുരിഞ്ഞു വരുമ്പോൾ അന്നയ്ക്ക് ഇഷ്ടം. ഭയങ്കരമായിട്ട് മുരിഞ്ഞു വരത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് പ്രീ ഹീറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പ്രീ ഹീറ്റായിട്ട് നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത്, ഇതിനകത്ത് നമുക്ക് വെക്കാനായിട്ടല്ലാതെ ഈ നമ്മൾ ഓവൻ ബേക്ക് ചെയ്യുമ്പോൾ വെക്കുന്നത് നേരിട്ടല്ലല്ലോ നമ്മൾ ഈ പാത്രം വെക്കുന്നത്. അത് ഒരു പ്രതലത്തിലാണല്ലോ വെക്കുന്നത്, ഇച്ചിരി കൂടെ പൊങ്ങിയിട്ട് ആണല്ലോ വെക്കുന്നത്. അങ്ങനത്തെ ഒരു സാധനത്തിന് പകരം ഞാൻ എടുക്കുന്നത് ഇവിടെ നമ്മൾ ഈ ചൂടുള്ള പാത്രം വെക്കാനായിട്ട് യൂസ് ചെയ്തില്ലേ, ഈ സ്റ്റീലിൻ്റെ ഈ ഒരു സാധനം, ഇതാ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതെടുത്ത് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ കൺവെൻഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്. ഓക്കെ, ഇനി 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചിട്ടിട്ട് പിന്നെ 25 മിനിറ്റ്. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓവനിൽ ചെയ്യാം, നിങ്ങൾക്ക് കറണ്ട് ഒരു പ്രശ്നം അല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഓവൻ്റെ സെറ്റിംഗ്. കൺവെൻഷൻ മോഡിൽ 25 മിനിറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് നേരത്തേത് കുറച്ച് ബ്ലറായി പോകുന്നുണ്ടായിരുന്നു വിഷ്വല്. അപ്പോൾ വൺസ് 25 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനതെടുത്ത് മറിച്ച്, അതായത് പീസസ് എല്ലാം തിരിച്ചിട്ടിട്ട് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്തിട്ട് വീണ്ടും വെക്കുവാന്നേ. അപ്പോൾ വീണ്ടും വെക്കുമ്പോൾ നമുക്കൊരു ആദ്യം 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ആണെങ്കിൽ രണ്ടാമത് വയ്ക്കുമ്പോൾ ഒരു 200 ഡിഗ്രിയിൽ, 180 തന്നെ വേണമെങ്കിൽ വെക്കാം, 200 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സും കൂടാണ് ഞാൻ വെക്കുന്നത്. അത് നിങ്ങളുടെ ഓവനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ഒരു 10 മിനിറ്റ് വെച്ച് നോക്കണം. സെറ്റായില്ലെങ്കിൽ മാത്രം കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് തീരാറായിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതാണ് ചിക്കൻ. ജ്യൂസിയുമാണ്, എന്നാൽ ഒത്തിരി മൊരിഞ്ഞ് പോയിട്ടില്ല. ഇതൊന്നും മൊരിഞ്ഞു പോയിട്ടില്ല. ഇതാ നല്ലോണം വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മൈക്രോവേവിൽ ചിക്കൻ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക്